ഹായ് ഗൈസ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ എല്ലാ കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങളപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിന് പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ റൂട്ട് ഞങ്ങൾ വാഗമണ്ണാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കണേ. ഈ ട്രിപ്പിന് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യും എന്നേ ഉദ്ദേശമുള്ളൂ. മെയിൻ ഒരു റോഡ് ട്രിപ്പ്, അത്രയേ ഉള്ളൂ. ഈ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ എറണാകുളം കാക്കനാട് നിന്നാണ്. രാവിലെ ഒരു 10-10:30 ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അതിൻ്റെ ഇടയിലായിരുന്നു ഞങ്ങൾ വ്ളോഗ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഈ റോഡൊക്കെ നല്ല നനഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പോകുന്ന റൂട്ടൊക്കെ കണ്ടിട്ട് വാഗമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വൈബ് കിട്ടുമെന്ന് വിചാരിക്കണോ. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താവുന്നു. ഇപ്പം നല്ല മഴ സീസൺ ആയതുകൊണ്ടേ നല്ല ക്ലൈമറ്റ് ഞങ്ങൾക്ക് ഇവിടുന്നേ തന്നെ കിട്ടുന്നുണ്ട്. മാറുന്നില്ല. ഈ നല്ല സ്പോട്ടല്ലേ. ഇത് ഏതാ സ്ഥലം? മനീടാണിത്. എവിടെ താഴെ? അടിപൊളി, നല്ലൊരു അടിപൊളി സ്പോട്ടല്ലേ. വണ്ടി എവിടെ നിൽക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാലോ. ഇവിടെ ഇറങ്ങി ബാ, താറാനെ കാണാം ബാ. എന്തൊരു താറാവാലേ, നല്ല സ്പോട്ട്. അറുനാദിക്കാന്ന് തോന്നുന്നു താറാവൊക്കെ. ഇത് ഏത് സ്ഥലം? നമുക്ക് സ്ഥലം മണിയുടെ അല്ലേ. മുളന്തിരുത്തി വന്നിട്ട് മുളന്തിരുത്തി പിറവ് കിടക്കാം. എവിടെ? മുളന്തിരുത്തി പിറവ്. താറാവിനെ കാണാൻ പറ്റുമ്പോ ഈ മയിലിന്റെ ഒരു ഡിസൈനൊക്കെ പോലെ തിളങ്ങണ കഴുത്തിലൊക്കെ. വഞ്ചി താറാക്കൂട്ടം. പാടമാണ് കേൾക്കുന്നത്. പാടം വെള്ളം കയറിയേക്കുന്നതാണ്. ഇവിടെ മാത്രമല്ല, അവിടെ ഒക്കെ ഉണ്ട് താറാവിന്റെ കൊറേ ഏരിയയിലുണ്ടല്ലോ. അയ്യോ, അങ്ങ് ഒറ്റത്ത് നോക്കി. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ചൂണ്ട കൂടി എടുക്കുകയാണെങ്കിൽ വെറുതെ ഒരു ഏരിയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നല്ല സ്പോട്ട് ഉണ്ടാവും നമുക്കറിയില്ലല്ലോ. ഇവിടെ ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെയാണ്, കുളങ്ങള്. ഞാൻ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ്. ഇതിപ്പോ നമ്മ റൂട്ട് ഏതാ? ഫോണ റൂട്ട് ഏതാ? മണിയേട്. ഓക്കെ താറാ കുട്ടികളെ, ബൈ ബൈ. പോലെ ശബരിമല പാല റൂട്ട്. ഇതില് പോയാ എന്തിലോ വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുമോ ഈ ശബരിമല റൂട്ട്? നമ്മളൊരു 1:30 ആകുമ്പോഴത്തേനും എത്തുമായിരിക്കും അല്ലേ ഏകദേശം. അപ്പം നമുക്ക് വാഗമണ്ണിന്ന് ഫുഡ് അടിക്കാം. ഫുഡ് യാത്ര ചായ നല്ല വിശാലമായിട്ടുള്ള റോഡ്. എന്താ ചേച്ചി എന്താണ്? മീനാണ് മീൻ. ചേച്ചി ചായ കുടിക്കുവാന്ന് തോന്നുന്നത്. ഈ സ്ഥലം മംഗലത്ത് താഴം. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇരിക്കുകയാണ്. ഞാനത് രാമപുരം പാല ഭരണങ്ങാനം ഏരുമേരി ഭരണങ്ങാനം ഏത് മൂവിയിലൊക്കെ കേട്ടതാണ്. ഭരണങ്ങാനം ജയറാമിന്റെ ഒരു മൂവിയില്ലേ മനസ്സിനക്കരെ, അത് ആ ഏരിയ അതേതാ അതിലല്ലേ പറയണം ഭരണങ്ങാനം അങ്ങനെ എന്തൊക്കെയോ. നമ്മളുടെ യാത്രയൊക്കെ ഒരു എന്താ പറയാ, ഒട്ടും പ്ലാനിങ് ഇല്ലാത്ത യാത്രകളാണ്. ഇപ്പം രാമപുരത്ത് എത്തിയിട്ടുണ്ട്. രാമപുരം നല്ല വ്യൂ നോക്ക്. പള്ളി എടുത്ത് നിൽക്കണോക്കിയ പള്ളി അടിപൊളി.
പാല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. പാല ടൗൺ എന്ന് തോന്നുന്നു അല്ലേ? പാല ടൗൺ അതെന്നെ പാല നഗരസഭ. പാല നഗരസഭ കാര്യാലയം. ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ഗൂഗിൾ ചേച്ചി പറയുന്നത് നമുക്ക് റൈറ്റിലേക്ക് പോകാം. ഓക്കെ, ഇതേ ഒരു കൂട്ടിപ്പോയ ബിൽഡിങ്. ഇതാണ് ഭരണങ്ങാനം. ഇവിടെ നിന്ന് തുടങ്ങുവാന്നോ? മലയൊക്കെ കാണാം ഇവിടെ ചെറുതായിട്ട്. ചേച്ചി ചിക്കൻ ബിരിയാണി. ആ ചേച്ചി ചിക്കൻ ബിരിയാണി വെച്ചാലാ. അപ്പൊ ഇതാണ് ഈരാറ്റുപേട്ട. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് റൂട്ട്. ഇപ്പൊ ഈരാറ്റുപേട്ടേന്ന് നമ്മൾ റൈറ്റ്. ആയ് നല്ല വ്യൂ. ഒന്നും എത്താൻ പറ്റില്ല അല്ലേ? ബിരിയാണി ഹൗസ്. മടങ്ങിയിരിക്കണ റോഡുകൾ അല്ലേ? അയ്യോ പോയി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മഴ പെയ്തു. തീക്കോയിലെത്തിയപ്പോഴാണ് മഴ കിട്ടിയത് നമുക്ക്. ചെറുതായിട്ട് മഴ ഓടിയുണ്ട് കേട്ടോ. മഴയും പൊടിമഴയും ഈ പച്ചപ്പും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴീൻ്റെ രണ്ട് സൈഡിലും കുഞ്ഞു വാട്ടർഫോൾസും മരങ്ങളൊക്കെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഗ്രീൻ. ഈ ഒരു കുഞ്ഞു വാട്ടർഫോൾസ് കണ്ട് ഇറങ്ങിയത് അവിടെ. നമുക്ക് പോകേണ്ട സ്ഥലമൊന്നും എത്തിയിട്ടില്ല, ഇനിയും പോവാനുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് വെറുതെ. കാരണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഈ ഹൈ റേഞ്ചിലേക്ക് കയറി തുടങ്ങിയതിൻ്റെയാണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ നൂഡിൽസും ചായയും കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. നല്ല നൂഡിൽസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ചേച്ചീൻ്റെ കടയിൽ നിന്ന്. അപ്പോൾ ഓരോ നൂഡിൽസും ഓരോ ഓംലേറ്റും പിന്നെ 2 ചായയും ഒക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാം. അടിപൊളി ക്ലൈമറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നല്ല കോടയും തണുപ്പും പൊടിമഴയും, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഈ മൺസൂണിൽ വരാത്തവരൊക്കെ എന്തായാലും വരണം അവിടെ. നമ്മൾ വീഡിയോയിൽ കാണാൻ കാട്ടും, നമ്മൾ കണ്ണുകൊണ്ട് ലൈവായിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യുമ്പോണ്ടല്ലോ, അത് വേറൊരു ഫീലാണ്. അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ക്ലൈമറ്റ് ഇവിടെ. ഇത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് പോസ്റ്റാണ്, പക്ഷെ ആരെയും കാണുന്നില്ലല്ലോ, മനുഷ്യനുമില്ല അവിടെ. എന്തായാലും നമുക്ക് പോവാം മുന്നോട്ട്. ഈ തണുപ്പത്തൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വഴിയോരത്ത് കുറേ കടകളുണ്ട് കണ്ട, പക്ഷെ ഒരു കട പോലും തുറന്നിട്ടില്ല ഗൈസ്.
അടിപൊളി ക്ലൈമറ്റില്ലേ. അങ്ങനെ നമ്മൾ വന്ന് മഡോസ് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല കേട്ടോ. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വന്നേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് മേടിച്ചാലോ? കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. അപ്പം അതൊന്ന് മേടിച്ച് കളയാന്ന് വിചാരിച്ചു. ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് വന്നപ്പോഴത്തേനതേ കോടയെല്ലാം പോയി. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ആദ്യം ടിക്കറ്റ് എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനും കോടയെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ലാത്ത കാറ്റും ഉണ്ട്. മഴ ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിക്ക് മഴയിൽ നിൽപ്പുണ്ട്. പക്ഷെ കാറ്റ് ഒരു രക്ഷയില്ല. നമ്മളിത് ഒരു മൊട്ടപ്പത്തിൻ്റെ അടുത്ത് കയറുകയാണ്. അവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. എന്തായാലും എൻ്റെ മേളിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട് വ്യൂ കാണാൻ പറ്റുമോ? കോടയാണോ? കോട ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ അവിടെ ചെന്നിട്ട് അറിയാം. വേറൊന്നും ആരെയും കാണാൻ പറ്റുള്ളൂ, നമ്മ മാത്രം. ഒരു മലയുടെ മേളിൽ നമ്മ മാത്രം. എങ്ങനെയുണ്ട് പ്ലേസ് പറ? അയ്യോ, അപ്പുറത്തെ മുട്ടക്കൊന്നും കാണണേ ഇല്ല. ആ മട്ടക്കുന്നില്ല നമ്മൾ കയറിയത്. ആദ്യം അതിൽ കയറി, പിന്നെ ഇതിൽ കയറി. അപ്പോൾ മുട്ടക്കുന്നിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അങ്ങനെ വാഗമണ്ണിൽ നിന്ന് പോകുകയാണ് അല്ലേ? ഇപ്പോൾ വാഗമണ്ണിൻ്റെ നെക്സ്റ്റ് പാർട്ട് 2 ഉണ്ടാവില്ലേ ട്രിപ്പ്? മുട്ടക്കുന്നിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ കാലയിൽ അട്ട കയറിയോ എന്നൊരു സംശയം. ബ്ലഡൊക്കെ കാണുന്നുണ്ട് കാലിൽ. അപ്പോൾ ഒന്ന് വണ്ടിയിലൊക്കെ നോക്കുക. കാലയിലൊന്നും കാണുന്നില്ല. ഇനി വണ്ടിയിലൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുവാണേ. അതിനു വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3 മണിയായിട്ടുണ്ടാവും വൈകുന്നേരം. ഇതിന് കോടേൻ്റെ ആ ഒരു ഇതൊക്കെ കൂടി വരിക. ഇനിയിപ്പോൾ രാത്രിയാവുന്നതോറും തണുപ്പും കോടയൊക്കെ വല്ലാതെ ആവുമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്നായിട്ടെ. ഇപ്പം എന്തായാലും നമുക്ക് അതിനു മുമ്പ് സ്ഥലം വിടാം അവിടെ നിന്ന്. അതിനു മുമ്പ് നമുക്കൊരു ചായ കുടിച്ചാലോ? ഇവിടെ ഒരു ചായക്കട കാണുന്നുണ്ട് സൈഡിൽ. എന്താ ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ചായയോ കാപ്പിയോ എന്തെങ്കിലും ഒന്ന് കുടിക്കാം. നല്ല ചൂട് ബജ്ജിയാണ് കിട്ടിയത്, മുട്ട ബജ്ജി. നമുക്കതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേഗം സ്ഥലം വിടാം അവിടെ നിന്ന്. അങ്ങനെ ബജ്ജിയും കഴിച്ച് നമ്മൾ ഇറങ്ങുവാണ്. കോട ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. നല്ല ഭംഗിയുള്ള ക്ലൈമറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കണത്. നല്ല തണുപ്പുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും വേഗം പോവാം. അങ്ങനെ നമ്മുടെ വാഗമൺ വ്ളോഗ് ഇവിടെ തീരുവാണ്. ഇനി നല്ലൊരു വ്ളോഗായിട്ട് ഇതിനെക്കാട്ടിയും ബെറ്ററായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൽ വന്ന മിസ്റ്റേക്സും എന്തെങ്കിലും ട്രോളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് പറയണേ. എന്നാലേ ഇതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയ ഒരു തുടക്കമാണ്.
എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.